السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم. أما بعد، اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. آمين. ಕ್ರಿಸ್ತೋ ಸಹೋದರ ಸಹೋದರಿಮಾರೆ, അന്നൂർ ബാരി ദുറൂസുറോ അഖീദത്തോ ഇದ್ರ മുന്നലത്തെ അഖീദ ക്ലാസ്സിൽ ഞാൻ കണ്ട പോലത്തെ വിഷയം തിന്ത്, അതായത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു ഏതൊരാളെ ഖബറിന് മുട്ട ഞങ്ങൾ അള്ളാഹുര ഇബാദത്ത് എടുക്കുക തീരാ, ഏതാളെ ഖബറിന് മുട്ടും ഞങ്ങൾ അള്ളാഹുര ഏത് നമത്തെ ഇബാദത്തും ഞങ്ങൾ എടുക്കുക തീരാ. ചിലർ ഈ വിഷയം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കു കുറേ ആൾമാർ അതിനെ എതിർത്തിട്ട് കുറേ ദലീലെല്ലാം കൊണ്ടാറ്. അപ്പം അതുകൊള്ള പോലത്തെ ജവാബ് ಐತಿക്കರು ഞങ്ങൾ ഇದ್ರ മുന്നലത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ കണ്ടത്. അതേപോലെ ഇണ്ടത്തെ ഈ ഒരു ക്ലാസ്സിലും ആൾമാർ ഈ ഒരു വിഷയത്തോ ന്യായീകരിക്കോ ഇത്തെന്തರೋ ഞങ്ങൾ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സാലിഹിങ്ങളോ ഖബറിന് മുട്ട ഞങ്ങൾക്ക് അള്ളാഹുರು ഇബാദത്ത് എടുക്ക, അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അള്ളാഹുട്ട ದುವಾರ್ಕ, അല്ലെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ಬೇರೆ ಬೇರೆ ನಮ್ತ ಇಬಾದತ್ತರ ಕರ್ಮಲ್ಲಂ ನಂಗೆ ಹಾಕ ಅದು ಬರ್ಕತಿಂದ ಬೋಲ್ತ ಜಾಗ ಐತಿಕ್ಕರು ಚೆಂತ ಶಿರ್ಕುಗುಲ್ಲ ಬೋಲ್ತ ಈ ഒരു ഡോറ് വലിയ ഷിർക്കുള്ള പോലത്തെ, അതായത് ആ ഖബർ ആൽമാരമേ വിളിച്ച് ദ്വാർക്കോഗു എത്തുപാട്ട പോലത്തോ ഈ ഒരു ഷിർക്കർ വസീലത്ത് ഇದ್ರ ನ್ಯಾಯೀಕರಿಕೋಯ್ತು ಆಲ್ಮಾರು ಬೇರೆ ಕೊರೆ ಸಂಶಯ ಎಲ್ಲ ಅಮ್ಕೊಂಡಾರು. അപ്പം അങ്ങക്കൊണ്ട പോലത്തെ വലിയ ಏನೊರು സംശയം എന്തൊരു ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ഖബർ വെച്ചിട്ട് ಐತಿಕ್ಕರು. അതെങ്ങനെ ಐತಿಕ್ಕறாங்க? അതിൽ നിന്ന് സംശയം കൊണ്ടത് അങ്ങ് ചെല്ലറാറ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ദഫന ആക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ಔತರುಲ್ಗೈತಿಕ್ಕರು, ರೂಮರುಲ್ಗೈತಿಕ್ಕರು. അപ്പം ಅದರರ್ಥ ಎಂದರು? ಅದರರ್ಥ ನಂಗೆ പിടിയವರು ഒരു ഖബറിന്റെ മേൽ എന്തിരിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂം ചെല്ലുമ്പോ അപ്പൊ ಅದರ ಮೇಲൊരു എന്തിരിക്കರು, ಅದರ ചുറ്റಲು മതിലിക്കರು, ಅದರ മേല് കെട്ടിടം മിക്കറ് അല്ലേ. അപ്പൊ ಅದರರ್ಥ ಎಂದರು ഖബറിന്റെ മേല് കെട്ടത് ജായിസ് ಐತಿಕ್ಕರು. ഖബറിന്റെ മേൽ കുബ്ബ കെട്ട അല്ലെങ്കിൽ ഒരു അക പോലെ ನಂಗೆ എന്തെങ്കിലും റൂം പോലെ ನಂಗೆ കെട്ട അതെന്തും ഒരു പ്രോബ്ലം അല്ല. ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ഖബർ വെച്ച് തങ്ങ ദലീൽ പിടിക്കറ് ಐತಿಕ್ಕರು. നോക്കൂ, ഇതിൽ ഒർക്കത്തും ഈ വിഷയ കൊണ്ട് പോലത്തെ ആൽമാർക്ക് ഒർക്കത്തും നമുക്ക് ഇതിൽ പ്രമാണില്ല, ദലീലില്ല. എന്ത് ചെന്നെങ്കിൽ നബിമാർക്ക് ബാരങ്കില്ലാത്ത പോലത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു ഹുസൂസിയത്ത്, ബാരങ്കില്ലാത്ത പോലത്തെ ഒരു പ്രത്യേകത നബിമാർക്കുള്ളത് ಐತಿಕ್ಕರು. അതെന്തൊരു ചെന്നാൽ ഇದ್ರ മുന്നത്തെ ക്ലാസ് റൂം കണ്ടത് ಐತಿಕ್ಕರು. അതെന്തൊരു ചെന്നെങ്കിൽ നബിമാർ എവിടെ മരിക്കിറാറാ അവിടെ ಐತಿക്കൊನು അങ്ങളെ ദഫനാക്കൊനായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഔത്തറുൽഗ നോക്കിത്ത് ദഫനാക്കിരല്ല, ബദലൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റൂമറുൽഗ ഔത്തറുൽഗ മർച്ചസബുൽ ಐತಿಕ್ಕರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദഫനാക്കിയത്. മാത്ര ಬೇರೆ ആൾമാരെ വിഷയം അങ്ങനെമാ അല്ല, നബിമാർ വിട്ടത് ಬೇರೆ ഒരാൾ വിഷയത്തിലും എന്തൊരു അങ്ങനത്തെ ഒരു വിഷയം ഇല്ല. അങ്ങ് എവിടെ മരിക്കിറാർ അവിടെ ദഫനാക്കുന്നു ചിലർ വിഷയം ഇല്ല. ബദലൈത്ത് ഞങ്ങളെല്ലാവരും ഖബർസ്ഥാനത്തിൽ ಐತಿಕ್ಕರು ദഫനാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ദീൻ ഞങ്ങൾക്ക് കൽപ്പിച്ചത്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಬೇರೆ ഹദീസിലെല്ലാം ക്ലിയർ ಐತಿ. ಇದ್ರ ಮೊದಲು ನಾವು ಕಂಡ್ರ ಆ ಖಬರ್ ವಿಷಯದ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಂಗೆ ಪಡಿಬಾಟೆ ಬೋಲ್ತ ಪಡಿಪಲ್ ನಾ ಕಂಡ್ರ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലിയർ ಐತಿ ഹദീസിൽ എന്താക്കിര് ഖബറിന്റെ മേൽ കെട്ടതിൽ നിന്ന്, അത് കുബ്ബാവട്ടെ അല്ലെങ്കിൽ ഒരു റൂം ആവട്ടെ അകാവട്ടെ അതൊരു റൂഫ് ആവട്ടെ എന്ത് വേണേ കെട്ടതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലിയർ ಐತಿ ഞങ്ങളോ ഹറാമാക്കിയത് ಐತಿಕ್ಕರು, തടഞ്ഞത് ಐತಿಕ್ಕರು. അപ്പൊ അതൊർക്കത്തും ജായിസ് അല്ല. ಮತ್ತೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആക്കുള്ള കാരണം എന്തോ നബിമാർക്കുള്ള പോലത്തെ അവർ സ്പെഷ്യാലിറ്റി കൊണ്ട് ಐತಿಕ್ಕರು അങ്ങനെ ആക്കിയത്. അപ്പൊ ഇതിൽ ഒർക്കത്തും ഈ ദലീൽ കൊണ്ട് പോലത്തെ ആൾമാർക്ക് ദലീലില്ല. രണ്ടാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ വിഷയത്തിൽ കൊണ്ട് പോലത്തെ സംശയം എന്തൊരു ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തರು റൂമിൽ എന്താക്കിയത് ಐತಿಕ್ಕರು, ദഫനാക്കിയത് ಐತಿಕ್ಕರು. അപ്പോൾ ഡൗട്ട് ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ ഇതെല്ലാം അങ്ങനെ സംശയം ಐತಿಕ್ಕರು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ആ എന്തൊരു ചെല്ലರು ആ ഔത്തറുൽಗೆಲ್ಲಂ ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചുകൊണ്ടിന്തിക്കു, ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചിന്തിക്കു. അപ്പൊ ഇത് ನಂಗೆ എന്തൊരു അറിവാട്ട് ഖബർ മുട്ട ನಂಗೆ അള്ളാഹു ಗೈತಿ നിസ്കരിക്കരുതെല്ലാം ജായിസ് ಐತಿಕ್ಕರು ಚೆಂತ ഇങ്ങനത്തെ ഒരു സംശയ മുസ്ലിയാക്കന്മാർ ഷിർക്ക് ബലിക്കിற പോലത്തെ ഷിർക്കറോ ന്യായീകരിച്ചു കൊടുക്കിற പോലത്തെ മുസ്ലിയാക്കന്മാർ
ಸಾಧಾರಣ ಆಲ್ಮಾರು ಶಂತು ಕೊಡ್ಕರಾರು. ಅವ ನೋಕರು ಇದ್ರ ಸತ್ಯಾವಸ್ಥೆ ಅಂದ್ರೆ ಇದಕ್ಕರ್ ನೋಕರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರು ಖಬರ್ ಏದೋ ರೂಮುಲ್ ದಫನ್ ಹಾಕಿರಾರ. ಆ ದಫನ್ ಹಾಕಿತ್ತೈತಲ್ ಪಿನ್ನ ಆ ರೂಮು ಅದು ಆಯಿಷ ರದಿಯಲ್ಲಾಹು ಅನ್ಹರು ಅವತರು ಬೇರೆ ಜಾಗಲ್ ನಿಂತು ಸಪರೇಟ್ ಐತಿಂತು. ಅದು ಆಯಿಷ ರದಿಯಲ್ಲಾಹು ಅನ್ಹ ಎಂದ್ರು ஒரு ಬೆರಿ ಪೊಲ್ತದಿಟ್ಟು ತಿಂತು ಒರ್ಕತು ಆಯಿಷ ರದಿಯಲ್ಲಾಹು ಅನ್ಹ ಆ ಖಬರಿನ ಪೊಲ್ತ ರೂಮುಲು ನಿಷ್ಕರ್ಚೊಂಟಿಲ್ಲ ಅಂತ ಬದಲೈತಿ ಆಯಿಷ ರದಿಯಲ್ಲಾಹು ಅನ್ಹ ಅದಕ್ಕೆ ಬೆರಿಟ್ಟಿತ್ತು ಅದ್ರ ಸಪರೇಟ್ ಆಗಿತ್ತು ಬೇರೆ ಜಾಗಲ ಐತಿಕರ್ ನಿಷ್ಕರ್ಚೊಂಟಿನ್ನದು. ಅಪ್ಪ ಒರ್ಕത്തുకు മൈമ ഖബറിന് മുട്ട നിസ്കരിച്ചോണ്ടില്ല ಅಂತ. അപ്പൊ അതിലും എന്തില്ല അതിലും ഈ ഇങ്ങനത്തെ ഒരു സംശയം കൊണ്ട് പോലത്തെ ആൽമാർക്ക് ഒരു ദലീലും ഇല്ല. മൂന്നാമത്തെ ഒരു സംശയം നബി സല്ലല്ലാഹു ഖബർ സംബന്ധിച്ച് കൊണ്ടത് അതെന്തിരിച്ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರು ഖബർ ഇപ്പൊ ഞങ്ങൾ നോക്കോ പോയാണ്ടായെങ്കിൽ മസ്ജിദുൻ നബവിൽ ഒരു പള്ളിರೋ ಕಂಪೌಂಡ್ರ ಉಲ್ಗತಲೈತಿಕ್ಕಿರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ഖബർ ഉള്ളത്. അപ്പൊ എല്ലാ ഉലമാക്കന്മാരും ഞങ്ങൾ മസ്ജിദുൻ നബവിൽ ഞങ്ങൾ നിസ്കരിച്ചാണ്ടായെങ്കിൽ അത് മസ്ജിദുൻ നബവിর ഉൽഗ പള്ളി ಐತುಲ್ಲೋ ಆ ಜಾಗಲಾವಟ್ಟು അല്ലെങ്കിൽ ಆ ಕಂಪೌಂಡ್ರ ಉಲ್ಗ ಆವಟ್ಟು ಪಲ್ಲಿರ ಪರ್ತುಲ್ಲ ಆ ಜಾಗ ഈ രണ്ട് ജാഗലും ആരായെങ്കിൽ നിസ്കരിച്ചെങ്കിൽ അവൻ്റെ നിസ്കാര സഹിഹൈത്തിക്കറ് ചെന്ത ഇതിക്കറ് അവൻ്റെ നിസ്കാര ബാത്തിലാവില്ല ചെന്ത ഇതിക്കറ് എല്ലാ ഉലമാക്കന്മാರ ಒಮ್ಮತ ಅಭಿಪ್ರಾಯ. അപ്പം അങ്ങനെ ഉണ്ടായെങ്കിൽ ഇത് പിടിച്ച് തങ്ങ ചിലർ എത്തിക്കറ് എന്തോ ഞങ്ങൾക്ക് എന്താക്ക ഖബറിന്റെ മുട്ട അതായത് പള്ളിറുൽക ഖബറുണ്ടായെങ്കിൽ അവിടെ ഞങ്ങൾക്ക് നിസ്കരിക്കുക അവിടെ നിസ്കരിക്കരുത് ജായിസ് ಐತಿക്കറ് ഞങ്ങളോ നിസ്കാരെല്ലാം കബൂൽ ಅವರು ചെന്ത് ഈ ഒരു സംശയം കൊണ്ടാറ്. സുബ്ഹാനല്ലാ ഇങ്ങനത്തെ ഈ ഒരു സംശയമൊക്കെ കൊണ്ടങ്ങ നേരയിത്തും അങ്ങ് വലിയ ജാഹിൽമാരൈത്തിക്കറത്. എന്തുകാന ചിലർ ചെന്നെങ്കിൽ ഇങ്ങനത്തെ സംശയം ಕೊಂಡ ആൽമാർക്ക് ഇത് എങ്ങനೈತಿക്കറ് ಇಂಡ ನಂಗೆ ಕಾಂಡ ಬೋಲ್ತಾರ ಅವಸ್ಥೆಗೆ ಮಸ್ಜಿದುನ್ ನಬವಿ ಎತ್ತಿಯದು ಇದರ ಇತಿಹಾಸ ಎಂದ್ರೈತಿಕ್ಕರು ചിലർ പോലത്തെ ആ ഒരു ഇതിഹാസ പിടില്ലാണ്ടൈത്തിക്കറ് അങ്ങനത്തെ സംശയം എല്ലാം കൊണ്ടത്. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒർക്കത്തുകും ഒരു പള്ളിറുൽಗ ಅಡಿಕಿರಲ್ಲ ಬದಲೈತಿ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കിയത് അത് ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തലൈತಿಂತು ಅಲ್ಲಿ ಅದೈತಿಕ್ಕರು ನಂಗೆ ಚೆನ್ನದ್ ಆಯಿಷ ರದಿಯಲ್ಲಾಹು ಅನ್ಹ ರಗ ಅದು ಪಲ್ಲಿಲ್ ನಿಂತು ಸಪರೇಟ್ ಐತಿಂತು ಒರ್ಕത്തും പള്ളിർ ഉൽಗಿನ್ನಲ್ಲ. ആ ഔത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആവശ്യത്തെ പൂർത്തിയാക്കിക്കൊണ്ടിന്ത് പെങ്ങായമായിട്ട് ബന്ധപ്പെട്ടോയിന്ത്. അപ്പൊ അത് പള്ളി ഉണ്ടായി ഏനൈത്തിക്കറ് പെങ്ങായമായിട്ട് ബന്ധപ്പെടുறது തന്റെ ആവശ്യത്തെല്ലാം തന്റെ അഗത്യത്തെല്ലാം പൂർത്തിയാക്കരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കിയത് വർക്കത്തും പള്ളിയിലല്ല ബദലൈತಿ പള്ളിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള പോലത്തോ ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തുലൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫൻ ആക്കിയത്. അപ്പൊ ഇങ്ങനെ സഹാബാക്കന്മാർ എല്ലാ സഹാബാക്കന്മാർ മദീനത്തിൽ എത്ര കാലത്തോളം ഇന്നാരാ അത്രത്തോളു മദീന പള്ളിರ ಅವಸ್ಥೆ എങ്ങനെ ಮೇಯ್ತಿಕ್ಕಿರು ಎಂದ್ರು ಪಲ್ಲಿ ಬೇರೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഖബറുള്ള പോലത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ರಗ അത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ಐತಿಕ್ಕರು. ഇങ്ങനെ ಐತಿಕ್ಕರು സഹാബാക്കന്മാർ എല്ലാവരും മരിക്കും തോലുന്നത്. പിന്നെപ്പ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അതായത് രാജാവായിട്ടുള്ള പോലത്തെ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഖലീഫ അയല കാലത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അയൽ മദീനത്തെ ഗവർണർ ಐತಿಂತು. അപ്പൊ ആ ഒരു ടൈമിൽ പള്ളി മസ്ജിദുൻ നബവി അത് വിശാലമാക്കിற പോലത്തോ അത് എക്സ്പാൻഡ് ആക്കിற പോലത്തെ അഗത്യ വന്നപ്പ അങ്ങോട്ട് എന്താക്കിയാറ് എക്സ്പാൻഡ് ആക്കിற അഗത്യ വന്നപ്പ ആയിഷ റളിയല്ലാഹു അൻഹರು ಔತುಲ್ ನಿಂತು ಬಾಕಿ ಎಲ್ಲಾ ರೂಮರು ಬಾಕಿ ಎಲ್ಲಾ ಜಾಗ್ಯಾರ ಎಂದಾಕ್ಯಾರು ಪಲ್ಲಿಗೆ ಕೂಟ್ಯಾರು. ಮಾತ್ರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഖബറുള്ള പോലത്തെ ആ ജാഗ്യാർ എന്താക്കിയാറ് അത് പള്ളിക്ക് അങ്ങ് കൂട്ടിത്തില്ല. അത് പള്ളിയിലിருந்து സെപ്പറേറ്റ് ആക്കിത്തേ വെച്ചാറ് പള്ളിയിലിருந்து സെപ്പറേറ്റ് ആക്കിത്തേ വെച്ചാറുണ്ട്. മാത്രല്ല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചെല്ലറോ ഖബറുള്ള പോലത്തെ അവർ ജാഗ്യക്ക് അങ്ങ് എന്താക്കിയാറ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കാലത്തിൽ നല്ല ഗട്ടിയായിട്ടുള്ള പോലത്തെ ഒരു മതിൽ കെട്ടിയാറ് 4 സൈഡിൽ നിന്നും. പള്ളിയിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയാറുണ്ട്. മാത്രല്ല അത് പള്ളിയിൽ നിന്ന് എങ്ങനും സെപ്പറേറ്റ് ആക്കിയാറ് ഗട്ടിയായിട്ടുള്ള പോലത്തെ ഒരു മതിൽ കെട്ടിയാറ്. അതായത് ഒരു സ്ക്വയർ ആയിട്ടുള്ള പോലത്തെ മതിൽ. അതല്ലാണ്ടും അതിൽ പിന്നെ ഒരു ഇങ്ങനെ 5 മതിലുള്ള പോലത്തെ ഒരു മതിലും അതിൽ പിന്നെ രണ്ടാമത്തെ മതിൽ കെട്ടിട്ടാറ്. അതിൽ പിന്നെ ഓപ്പസ് അങ്ങനത്തെ 5 സൈഡിലുള്ള പോലത്തെ എന്നൊരു മതിൽ അതിൽ പിന്നെ ഓപ്പസ് കെട്ടിട്ടാറ്. അപ്പൊ ഇപ്പൊ നിലവില് പ്രസന്റ്ലി ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറും അതേപോലെ എന്തൊരു ചെല്ലറ പർത്തിർ നടുಲು 3 എന്തൊരു ചെല്ലറോ 3 മതിൽ ಐತಿಕ್ಕರುള്ളത്.
മൂന്ന് നമത്തെ ಮೊದಲೈತಿಕರುള്ളത് സുബ്ഹാനല്ലാ. അപ്പൊ ഇതൈതിക്കര് എന്തൊരു ചെല്ലു ഇങ്ങനത്തെ അവസ്ഥയിൽ അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ಕಾರತ್ಲೈತಿಕರು ಆಯಿಷ ರದಿಯಲ್ಲಾಹು ಅನ್ಹರು ಅವತರು ಬೇರೆ ಜಾಗೆಲ್ಲ ಪಲ್ಲಿಗೆ ಎಂಟರ್ ಹಾಕಿയത് ആയെങ്കും എന്താക്കിയിട്ടില്ല അതായത് നബ്സല്ലമರ ഖബർ ಅದು ಪಲ್ಲಿಂದ ಸಪರೇಟ್ ಐತೆ ಇಂತ ಮಾತ್ರ ಅಲ್ಲ ಅದರ ചുറ്റുಲು ചമ്മനംത മതിലെല്ലാം ಇಂತು ഇനി അവസ്ഥ ഇങ്ങനമേ ಇಂತು നബ്സല്ലമರ ഖബർ അവസ്ഥ എല്ലാം ഇങ്ങനമേ ಇಂತು എത്ര വർഷത്തോലും എന്തില്ലെങ്കൊരു അതായത് 1200 വർഷത്തോലും 1200 ವರ್ಷ ಅತ್ತರ ಅದಾയത് 12 ಶತಮಾನತೋಲು ಇದೇ ಅವಸ್ಥೆಲೈತಿಕ್ರು ಮಸ್ಜಿದುನ್ ನಬವಿ ಅನ್ನೋದೆಂದ್ರು ಪಲ್ಲಿ ಬೇರೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಕಬರುಲ್ಲ ಪೊಲ್ತು ಆ ಜಾಗೆ ಬೇರೆ ಅದು ಕೊರೆ ಮೊದಲೆಲ್ಲ ಮುಂಡು ಅದು ಪಲ್ಲಿಲಿ ಎನಿಂ ಬಂತಿಲ್ಲ ಪಲ್ಲಿ ರುಲ್ಗತ್ತದ ಎನಿಂ ಬಂತಿಲ್ಲ ಪಿನ್ನೆಪ್ಪ ಇದಕ್ರು ಇಪ್ಪ ಕಾಂಡ ಪೊಲ್ತ ಅವಸ್ಥೆ ಆಯದು ಅದೆಪ್ಪ ಚೆನ್ನಂಗಿ ಅದಾയത് ವರ್ಷ ഹിജറി വർഷ 1270 വർഷത്തില് 1270 വർഷത്തില് പല്ലിರು ಎನಿಮ್ಯಾರ ವಿಶಾಲಾಕರ ಪೊಲ್ತ ಅಗತ್ಯ ಬಂದಪ್ಪ എന്താക്കിയാൽ ഇപ്പൊ നമുക്ക് കാണ്ട പോലത്തെ ആ ഒരു കമ്പൗണ്ടും അവർ നടുക്കറ ജാಗೆല്ലാം അതായത് ആ കമ്പൗണ്ടെല്ലാം കെട്ടറ പോലത്തെ ഒരു അഗത്യ ಬಂತು പല്ലി രണ്ടും വിശാലമാക്കറ പോലത്തെ അഗത്യ ಬಂತು ಅದು ಪಿನ್ನತ್ತು ಅವರು ರಾಜಾಕಮಾರ ಐತಿಕರು ಅದು ಆಕೆ പോലത്തെ പണി ഇനി ഒന്നാമത്തെ ഞങ്ങൾ ചെല്ലുന്നത് രാജാക്കന്മാർ അങ്ങനെ ആക്കിയതിൽ ഞങ്ങൾക്ക് എന്തരില്ല അത് ഒർക്കത്തും അതിൽ ഞങ്ങൾക്ക് ദലീലില്ല ഏതായും ഒരാളാക്കിയത് അത് ഞങ്ങൾക്ക് ദീനിൽ ദലീലല്ല രണ്ടാമത്തേത് ഞങ്ങളുടെ മനസ്സിലാക്കുള്ള വിഷയം എന്താ വെച്ചെങ്കിൽ ഇതൈതിക്കിದ್ರೆ യാഥാർത്ഥ്യ 12 ಶತಮಾನ 1200 ವರ್ಷ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഖബർ അത് പല്ലിലിಂದ സെപ്പറേറ്റ് ಐತೆ ಇಂತು പിന്നെ പല്ലിರ വിശാലമാക്കற അഗത്യ വന്നപ്പോൾ ഇതിക്കറ് ആ ഖബർ എന്താക്കിയത് അതായത് ഖബർ പല്ലിರ ಕಂಪೌಂಡರ್ ഉൽഗത്തിൽ വന്നത് അതല്ലാണ്ട് പല്ലിರ ഉൽഗത്തിൽ ಬಂತಿಲ್ಲ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് ಐತಿಪುಂಡಲ್ಲಿ പല്ലിರ ವಾಲ್ ಅದರೊಳಗೆ ಇಪ್ಪೊಮ್ಮಿಲ್ಲ അതിൽ നിന്ന് സെപ്പറേറ്റ് ಐತಿ ഉള്ളത് ಐತಿക്കർ അതിൽ നിന്ന് എന്താ വെച്ചാൽ അവിടെ ഉറക്കത്തും നിസ്കരിക്കുക അവകാശ ഇല്ല അപ്പൊ മാത്രമാ കമ്പൗണ്ട് ഉൽഗത്തിൽ വന്നത് ಐತಿക്കർ അപ്പൊ ഞങ്ങളുടെ നോക്കൊരു ഞങ്ങളുടെ മനസ്സിലാക്കുള്ള പോലത്തെ ബിസേന്ദ്ര ചെന്നെങ്കിൽ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർക്ക് എന്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർക്ക് ഒരു പ്രത്യേകത ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ്ക്ക് ಬೇರೆ പള്ളിക്ക് ഇല്ലാത്ത പോലത്തെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൂടെ ചമ്മ വിഷയത്തിൽ ഞങ്ങൾക്ക് ಬೇರೆ ഖബറുള്ള പോലത്തെ പള്ളിರೋ ನಂಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಲ್ಲಿ ಮೈತಿ ഖബർ ಮೈತಿ ಒರ್ಕತು ನಂಗೆ ಕಂಪೇರ್ ಹಾಕೋಕ್ಕಾವಿಲ್ಲ ಎಂದಕ್ಕೆ ಕಂಪೇರ್ ಹಾಕಾವಿಲ್ಲ ಶಂತ ನಾ ಇಪ್ಪ ಚೆಲ್ರೆ അതെന്താ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലിൽ നിസ്കരിക്കുന്നതിക്ക് വലിയ ശ്രേഷ്ഠതുണ്ട് ഒരു നിസ്കാരത്തിക്ക് 1000 നിസ്കാരം നിസ്കരിച്ച പോലത്തെ കൂലി ಐತಿക്കರು അപ്പൊ അതുകൊണ്ടു ನಂಗೆ എന്താക്കാവില്ല അവിടെ ಎಂದ್ರ ಚೆಲ್ರು ಕಂಪೌಂಡ್ರಲ್ಗ ಬಂತು ಶಂತ ಕಂಪೌಂಡ್ರಲ್ಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഖബർ ಬಂತು ಶಂತ ನಂಗೆ ಆ ಪಲ್ಲಿರ ನಂಗೆ ಬಂದಾಕೋಗಾವಿಲ್ಲ ಅದೇ ಬೇರೆ ಪಲ್ಲಿರ ಬಿಸಿ അങ്ങനಮ್ಮ ಅಲ್ಲ ಬೇರೆ ಪಲ್ಲಿ ನಂಗೆ ಎಂದಾಕ ಆ ಪಲ್ಲಿ ನಂಗೆ ಬಂದಾಕ ഒരു പ്രോബ്ലമും ഇല്ല അതേപോലെ രണ്ടാമത്തെ ಐತಿ ನಂಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഖബർ ಎನಿ ಕಂಪೌಂಡ್ ಉಲ್ಗ ಬಂತು ಶಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഖബർ ಆ ಜಾಗೆಯಲ್ಲಿ ನಿಂತು ಎಡ್ತಿತ್ತು ಬೇರೆ ಜಾಗೆಯಲ್ಲಿ ನಂಗೆ ಮರ ಮಾಡೋಗವ್ರ ಇಲ್ಲ അതും ಜಾಯಿಸ್ ಅಲ್ಲ ಎಂದು ನಾ ಇಪ್ಪ ಚಂದ ಬಲ ನಬಿಮಾರ ಮರ ಮಾಡ್ರ ಜಾಗೆ ದಫನಾಕರ ಜಾಗೆ അതങ്ങ് എവിടെ മറിക്கிறாർ അതേ ജാഗല എത്തിക്കൊന്നു ഇത് വേറെ ഏതായെങ്കിലും ഒരു ഔലിയാക്കന്മാർക്ക് വേറെ ഏതായെങ്കിലും ഒരു സോലിഹായ ആൾമാർക്ക് അല്ലെ വേറെ ഏതായെങ്കിലും ഒരു സാധാരണ ആൾക്ക് ഇങ്ങനത്തെ വിഷയം ഉണ്ടാ ഇല്ല അല്ലേ വേറെ ഏതായെങ്കിലും ഒരു സാധാരണ ആൾമാരുടെ വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഇല്ല അപ്പൊ ഞങ്ങൾക്ക് എന്താക്കാ ഒരു സമയം ഞങ്ങൾ ഖബറിന്റെ മേലെ ആരായെങ്കിലും ഒന്ന് പല്ലി കെട്ടിട്ടാರಂట ഞങ്ങൾക്ക് എന്താക്ക ആ ഖബർ ഞങ്ങൾക്ക് അവിടുത്തെ ഷിഫ്റ്റ് ആക്കിയിട്ട് ആൾമാരോ ഖബർസ്ഥാനുള്ള പോലത്തെ ജാഗയിൽ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ദഫനാക്ക അതൊരു പ്രോബ്ലം ഇല്ല ಮತ್ತೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ വിഷയത്തിൽ ഇങ്ങനെ ആക്കുകയില്ല അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കാനായ പോലത്തെ ಇನ್ನೊരു വിഷയം എന്താ വെച്ചെങ്കിൽ ಇಂದು ದುನಿಯಾವಲು ഏതെಲ್ಲ പല്ലിറുൽഗത്തിൽ ഖബറുണ്ട് അത് ഒന്ന ജണ്ടിൽ ഏതായും ഒന്ന് ಐತಿಕರಾയത് ഒന്ന അവിടെ ഖബറിന്ത് പിന്നെ ಅದರ ಮೇಲೆ എന്താക്കിയാറ് പല്ലി കെട്ടിയാറ് അല്ലെങ്കിൽ അവിടെ പല്ലിന്ത് പിന്നെ ഒരു സ്വാലിഹായ ഒരു വലിയ വലി ചെന്ത് ഒരാളെ എന്താക്കിയാറ് ആ പള്ളിയൊൾಗ ദഫനാക്കിയാറ് ഇത് ജനറൽ ನಿಂತು ಏದಾಗಿ ಒಂದು ಐತಿಕರು ದುನಿಯಾವರ ಏದೆಲ್ಲ ಪಲ್ಲಿರುಲ್ಗ ഖബറുണ്ട ദർഗുണ്ട ಅದೆಲ್ಲ ವಿಷಯದ ಜಂಡಲ್ ನಿಂತು ಏದಾಗಿ ಒಂದು ಐತಿಕರು ಮಾತ್ರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഖബർ വിഷയം എങ്ങനെമാ അല്ല വർക്കത്തുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ
ഇന്നവിടേക്ക് പല്ലി കെട്ടിത്തില്ല, 1200 ವರ್ಷ ಕೆಟ್ಟಿತಿಲ್ಲ. പിന്നെ ಅದು ಕಂಪೌಂಡ್ರಲ್ಗ ಬಂದದು ಅದು ಎಕ್ಸ್ಪಾಂಡ್ ಹಾಕಿರೋ ಉದ್ದೇಶತ್ಲ ಇದ್ದಿಕ್ರ ಅದೆಲ್ಲಾಂಟ അവിടെ പല്ലി കെട്ടു. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്നതിക്ക് ഞങ്ങ എന്താക്ക ആ ഖബറിന്റെ പല്ലിറുൽಗ വരും പോലെ ആകാശരുടെ ഉദ്ദേശത്തിലಂತೂ മാക്കിരല്ലമേ അല്ല. ഒന്നാമത്തെ വിഷയ. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറു എന്താ മസ്ജിദുൻ നബവി ഇന്നവിടേക്ക് പല്ലിറുൽಗ പോയിട്ട് എന്താക്കിರೋമಲ್ಲ, പല്ലിറുൽಗ പോയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഫൻ ആക്കിರೋമಲ್ಲ. ബദലൈത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഔത്ലൈത്തിക്ര ദഫൻ ആക്കിയത്. അപ്പൊ ഏത് രൂപത്തിൽ ഞങ്ങൾ നോക്കിയെങ്കിൽ, ഏത് ആംഗിളിൽ ഞങ്ങൾ നോക്കിയെങ്കും ഉണ്ട് ആൽമാർ ഞങ്ങൾ ഔലിയാക്കന്മാര് അല്ലെങ്കിൽ ഞങ്ങൾ ആലിമിങ്ങളോ ഖബറിന്റെ വിഷയത്തിൽ അങ്ങ് ആക്കറ പോലത്തെ പണി. ഒന്ന് അതിര മേലങ്ങ പല്ലി കെട്ടത്, ഫസ്റ്റ് ഖബറിക്കർ അല്ലെങ്കിൽ പല്ലി കെട്ടത്, അല്ലെങ്കിൽ പല്ലിന്നോടേക്ക് ഖബർ കോന്തു, അതായത് ഞങ്ങളെ കോന്തു അവിടെ ദഫനാക്കരുത് എത്തിക്കറ്. ഈ വിഷയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ಐತಿಲ್ಲ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മൈತಂಕ ഏത് രൂപത്തിലും ಕಂಪೇರ್ ആക്കുകയില്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പള്ളിയുടെ വിഷയത്തിൽ നായി പക്ഷെ എന്താ പോലെ അങ്ങനെ ഖബറിന്റെ വിഷയത്തിൽ ഒന്നാ ഞങ്ങൾക്ക് ആ പള്ളിയുടെ ബന്ധാക്ക, അവിടെ നിസ്കരിക്കാത്ത പോലെ ബന്ധാക്ക, അല്ലെങ്കിൽ അങ്ങനെ ഖബറിനങ്ങ എന്താക്ക അവിടെ നിന്ന് ഷിഫ്റ്റ് ആക്കിയിട്ട് ಬೇರೆ ഖബർസ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് ഇടാ. മാത്ര ഈ രണ്ട് വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയാവില്ല. എന്ന് വെച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ വിഷയത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ വിഷയത്തിലും ഒരു പ്രത്യേകത ഉണ്ട്. ആ പൊറുക്കത്തും സഹോദരന്മാരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ വെച്ചിട്ട് ഇങ്ങനത്തെല്ലാം ಬೇರೆ സംശയ കോന്തു ಶಿರ್ಕ್ರ ನ್ಯಾಯೀಕರಿಕರ പോലത്തെ ആൽമാർക്ക് ഒർക്കത്തും നമുക്ക് ഇതിൽ ഒരു ദലീലുമില്ല. അപ്പം ഈ എല്ലാ ನಮ್ದು ಸತ್ಯಾವಸ್ಥೆರು ನಂಗೆ ಮನಸ್ಸಿಲಾಕೋನು ಯಾഥാರ್ಥ್ಯತೆ ಮನಸ್ಸಿಲಾಕಿತ್ತು ನಂಗೆ ಬಾತಿಲ್ರ ಮನಸ್ಸಿಲಾಕಿತ್ತೈತೆ ಅಲ್ಪಿನ ನಂಗೆ ಬಾತಿಲ್ರ ಬುಟ್ಟುತ್ತು ಹಕ್ಕರಡೆಗೆ ನಂಗೆ ಮಡಗಿ ಬರ್ನು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ನಂಗೆ ಹಕ್ಕರು ಹಕ್ಕೈತೆ ಮನಸ್ಸಿಲಾಗಿತ್ತು ಅದರ ಅನುಸರಿಕ್ಕುം ബാത്തിൽറെ ബാത്തിലൈത്ത് മനസ്സിലാക്കിയിട്ട് അതിരെ വിട്ടുനിൽക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതേപോലെ ആരെല്ലാം ഇങ്ങനത്തെ ബാത്തിൽ ഉള്ളാര അങ്ങക്കും ചെന്ത് കൊടുക്കുക, നല്ല രൂപത്തിൽ ചെന്ത് കൊടുക്കുക, അങ്ങലും ഇവർ ഹക്ക് ബിൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. വഹാദ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു അലാ നബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.